അയ്യോ പട്ടി പട്ടി പട്ടിയോ കടിച്ചാ അയ്യോ കടിച്ചാ മക്കളെ? ഇല്ല അപ്പോ പട്ടിക്ക് എന്നെ കടിക്കാനൊന്നും കിട്ടിയില്ല. ഞാൻ ഓടി. രക്ഷപ്പെട്ടു. അയ്യോ ഒരു 4-5 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോ 4 എണ്ണം ഉണ്ടായിരുന്ന ഈ പട്ടിയെ കൊണ്ടുകൂടെ ഭയങ്കര ശല്യമാണ്. ഒരു നിവൃത്തിയില്ല. നമ്മുടെ ജിമ്മിൽ ഓണറില്ലേ, അങ്ങനെ ഇപ്പൊ ഹോസ്പിറ്റലാണ്. പട്ടി കടിച്ചതാ? ഓ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് അവിടെ കിടക്ക. മക്കളെ കളിക്കാത്തത് ഭാഗ്യമായിപ്പോയി. വാ മക്കളെ വാ. തെരുവുനായ ശല്യം രൂക്ഷം. തെരുവുനായ ശല്യത്തെ പറ്റി പഠിക്കാൻ ഉന്നത സമിതി രൂപീകരിച്ചു. ആഹാ, ഇവന്മാര് പഠിച്ച് പാസ്സായി വരുമ്പോ ഇവിടെ എത്ര പേര് നായയുടെ കടി കൊണ്ട് ചാവുന്ന് കണ്ടറിയാം. അല്ലേ, അത്യാവശ്യമല്ലേ? പിന്നെ അല്ല കണ്ടോന്ന്. ഇവളടുത്ത് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് വേർത്ത് വരുമ്പോഴത്തേക്കും തണുത്ത വെള്ളം എടുത്ത് കുടിക്കല്ലേന്ന്. തോന്നു മോളെ ഇതൊക്കെ. എന്നെ പട്ടി കടിക്ക് ഓടിച്ചെന്ന്. ഓ ഇല്ല, ഞാൻ കോമഡി കയറി ഗേറ്റ് അടിച്ച്. ഒന്നും പറ്റിയില്ല. ഇല്ല അമ്മ. കടിച്ചില്ല ഉറപ്പാണോ? നഖമൊന്നും കയറി കൊണ്ടില്ലല്ലോ. പട്ടി ഞാൻ 3 വീട്ടിന് അകലായിരുന്നു. അപ്പൊ ടീറ്റി എടുക്കണ്ടേ? വേണ്ട, അതിന്റെ ആവശ്യം തോന്നുന്നു. എന്നെ തൊടാൻ കിട്ടിയില്ല. മക്കളെ, ഈ റോഡിലുള്ള പട്ടികൾക്കൊക്കെ എന്തൊക്കെ അസുഖമാണെന്ന് അറിയാൻ പാടില്ല. അതുകൊണ്ടാണ് ടീറ്റി എടുക്കണോ? അച്ഛാ, എന്നെ തൊടാൻ കിട്ടിയില്ല. 3 വീട്ടിന് അകലായിരുന്നു ഞാനും പട്ടി. എന്താ എല്ലാത്തിനും വിഷം വെച്ച് കൊല്ലണം. ആരെ? പട്ടി. പട്ടി ഇവിടെ കടിക്കാൻ ഓടിച്ചു. അയ്യോ, പട്ടി വിഷം വെച്ച് കൊല്ലണം അല്ലേ? വലിയ കഷ്ടമാണല്ലോ. ഓ, വലിയ മൃഗസ്നേഹി വന്നിരിക്കുന്നു. അതിന്റെ കടി കിട്ടുമ്പോ നീ പഠിച്ചോളൂ. എന്നെ കടിക്കൊന്നുമില്ല. നീ പട്ടിയെ നോക്കി വല്ല കോപ്രായം കാണിച്ചോടാ. അതെന്നെ കടിച്ചത്. ഒരു കോപ്രായം കാണിച്ചില്ല. ഇല്ല, നീ ചെന്ന് നോക്കി. എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ എന്തായാലും പട്ടിയുടെ കടി ഏറ്റേനെ. ഇതുപോലെ ഓടി എത്താനൊന്നും പറ്റൂല. അത് ഞാൻ ഓടിക്കോളാം കേട്ടാ. പോരാത്തിന് ഒരാഴ്ചത്തെ മാംസം ഉണ്ട് നിന്റെ ശരീരത്തിൽ. നിന്നെ കടിച്ചിരുന്നെങ്കിലേ എല്ല് കൊണ്ട് ആ പട്ടി ചത്തൻ. അങ്ങനെയില്ല, പട്ടി ചാവുമല്ലോ. മതി മതി, നിങ്ങൾ ഇനി വഴക്കുണ്ടാക്കില്ല. പേരില് നിർത്ത്. അടുത്തൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല അമ്മ. ആരും സംസാരിക്കണ്ട, മതി. ഞാൻ പോണേ. എന്തൊരു കഷ്ടം. ഇപ്പൊ റോഡിൽ ഇറങ്ങാൻ നിവർത്തിയില്ല. പേടിച്ചു പേടി. എന്നെ കടിക്കാതെ രക്ഷപ്പെട്ട ഭാഗ്യം. അല്ല കുഴപ്പമില്ല, പോട്ട് വേർത്ത് നാറിനടി. പോയി കുളി. ഓ, ജീവൻ രക്ഷിക്കാൻ ഓടുന്ന സമയത്ത് ഞാൻ പെർഫ്യൂം മേടിക്കാൻ മറന്നുപോയി അമ്മ. അങ്ങനെയാണോ പറഞ്ഞതിന്റെ അർത്ഥം? ഞാൻ വെള്ളം എടുക്കുകയാണേ. ഭഗവാനെ, എങ്ങനെ പോയാ എങ്ങനെ ജീവിക്കും മനുഷ്യന്മാർ? ഇത്ര നാൾ കൊറോണയുടെ ശല്യമായിരുന്നു, ഇപ്പൊ പട്ടി ശല്യമായി. ഇത് ഈ റോഡില് വേസ്റ്റ് ഒക്കെ കൊണ്ടിടില്ല ആൾക്കാര്. ഇറച്ചി വെട്ടിയതിന്റെ ഒക്കെ ബാക്കി കൊണ്ടുവരും. അത് കാരണം ഈ ഏരിയയിൽ പട്ടി കൂടുതൽ വന്നത്. പിള്ളേരൊക്കെ എങ്ങനെ പറഞ്ഞു വിടും? കോർപ്പറേഷനിൽ വിളിച്ചൊന്ന് പറഞ്ഞാലോ? പറ, കംപ്ലൈന്റ്. ഇപ്പൊ പട്ടി പിടുത്തമില്ല, അതല്ലേ? എടി മോളെ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പൊ നിന്നെ ഒരു 10 പട്ടിക്ക് ഇന്നാനുള്ള മാംസം ഉണ്ടെങ്കിൽ എന്നെ കുറഞ്ഞ ഒരു 25 പട്ടിക്ക് ഇന്നാനുള്ള മാംസം. അവിടെ പറയേണ്ട ആവശ്യം എന്തൊന്നും പറയേണ്ട പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. എന്റെ മാമ, അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. എന്താ വിഷയം വേറെ? എന്റെ മാമ, നമ്മൾ നായ്ക്കളെ കൊല്ലാൻ പാടില്ല. അവരെ നമ്മൾ സംരക്ഷിക്കണം. സംരക്ഷിക്കാം. മാമ എന്റെ കൂടെ നിൽക്കൂ. കട്ടക്ക് മാമൻ എന്റെ ആശകളോട് വിരോധമൊന്നുമില്ലല്ലോ? പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. എടി മോളെ, നിനക്കൊരു കാര്യം അറിയാവോ? അതായത് അപ്രിയ സത്യങ്ങളോട് സമരസപ്പെട്ട് ജീവിക്കേണ്ടത് റിയാലിറ്റി ഉച്ചക്കടിച്ച് പരിക്കേറ്റവന്റെ അനിവാര്യത. എന്ന് വെച്ചാല് അർത്ഥമുള്ള വാക്കുകളാ. അത് നിനക്കിപ്പോ മനസ്സിലാകത്തില്ല. നീ ഇപ്പൊ കുഞ്ഞാ. നീ മാമന്റെ അത്രയും വലുതാകുമ്പോ നീ അത് പഠിക്കും. I support dogs. I too support my dog. My dog? എന്തിനിപ്പോ എന്നെ പട്ടിന്ന് വിളിച്ചേ? അല്ല, പട്ടിയെ സപ്പോർട്ട് ചെയ്യുന്ന ഞാൻ പറഞ്ഞേ. അങ്ങനെ ഇംഗ്ലീഷ് വേറെ അർത്ഥമുണ്ടോ? ഉണ്ട്. ആണോ? I too support my dog. വേണ്ട, അങ്ങ് വിട്ടേരെ. നീ പറയാതിരുന്നാ നമുക്ക് ആത്തുമ്പോ ചെലവുണ്ട്. അത് തരാം, വാ. അച്ഛൻ ഇവിടെ കിടന്നുറങ്ങണ? നല്ല ഉറക്കല്ലേ? എന്തുവാടി? ചൂലുണ്ട മുക്കി കൊണ്ടിടാൻ പോണത്. അച്ഛനൊന്ന് ഉണർത്തായിരുന്നു. വൃത്തിയില്ലാത്ത പെണ്ണ്. വൃത്തിയില്ലെന്ന് പറയുമ്പോ തന്നെ നിന്നെ കുളിക്കാൻ പറഞ്ഞു വിട്ടോ തന്നെ. കുളിച്ച്? ആര് വിളിച്ച്? എവിടെ കുളിച്ച്? മേലെഴുവി. ഉടുപ്പ് പാട്ടിയെ കുളിച്ചതാവോ? മേലെഴുവിന്ന്. തലവിന് വേറെ ആരും ഒന്ന് കുളിപ്പിക്കുവോ? തല കുളിക്കാൻ വയ്യ അമ്മ. എടി, ജിമ്മിൽ പോയിട്ട് വേർത്ത് നാറിയിട്ടല്ലേ നിന്റെ അടുത്ത് കുളിക്കാൻ പറഞ്ഞേ? ആണോ അല്ലയോ? നാറ്റം ഇപ്പോഴും ഉണ്ട്. പോയി കുളിയടി തല. കുളിക്കാം. വൃത്തി എന്ന് പറഞ്ഞ സാധനം അടുത്തുള്ള പോത്ത്. കുളിക്കാൻ പറഞ്ഞിട്ട് കുളിക്കാൻ തന്നേക്കണ് തല.
മാമ ഉം. ഇവിടെ ചിലവരെയൊക്കെ പട്ടി കടിക്കാൻ ഒട്ടിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടു. ചിലരെന്ന് വെച്ചാൽ ചിലരെന്ന് വെച്ചാൽ എന്റെ വലത് സൈഡിൽ നിപ്പുണ്ട്. പട്ടിക്ക് ഭയങ്കര ബുദ്ധിയാണേ. പിന്നെ പട്ടിക്കറിയാം ആരെ കടിക്കണമെന്നും ആരെ കടിക്കണ്ടെന്നും. എടി എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഈ പട്ടി 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെയധികം ബുദ്ധിയും അതുപോലെ തന്നെ ചിന്താശക്തിയും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരു മൃഗം. അല്ല വിദ്യാഭ്യാസോ? വിദ്യാഭ്യാസം ഏത് യൂണിവേഴ്സിറ്റി എന്നാണോ? അല്ല, ചിന്താശക്തിയും ബുദ്ധിശക്തിയും ഉള്ള ഒരു മൃഗമാ. മാമൻ ഒരു പണിയില്ല ഇവളെ കൂടെ കയറി സപ്പോർട്ട് ചെയ്യാനായിട്ട്? ഇല്ല, ഒരു പണിയില്ല. മൃഗസ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമല്ലേ? വലിയ കാര്യമൊക്കെ തന്നെയാണ്. പക്ഷെ മനുഷ്യനെ ഉപദ്രവിക്കുന്ന പട്ടികളെ പൂജിച്ചോണ്ടിരിക്കണോ? അത് നിങ്ങൾ പട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും അവർ തിരിച്ചടിക്കുന്നത്. അതെ അതെ അതെ. ഇവിടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പട്ടികളെ ഉപദ്രവിച്ചോണ്ട് നടക്കുകയാണല്ലോ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഈ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് വേണ്ടി മാത്രം ജീവിക്കാൻ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതല്ല, മൃഗങ്ങൾ കൂടി ജീവിക്കാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ളതാണ്. കൂടാതെ നമ്മുടെ മനുഷ്യരുടെ ബുദ്ധിയും ശക്തിയും വിവേകവും സമ്പത്തും ഒക്കെ അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്നവരാണ് മൃഗങ്ങൾ. എന്തോടി പേ പട്ടിയെ സംരക്ഷിക്കണോന്ന് ഇവക്ക് തെരുവ് നായ്ക്കളെ. നമുക്ക് മാത്രമല്ല മാമനും ഉണ്ട് സപ്പോർട്ടിന്. ചെല്ല്, നീ അതിന്റെയൊക്കെ കടിയും കൂടെ വാങ്ങിച്ചോണ്ട് വാ. അളിയനത് പറയരുത്. ഞാൻ പറയില്ലെന്നോ? എന്തോന്ന് മണിക്കൂട്ട ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? പത്രം തുറന്ന് നോക്കണം, ദിവസം എത്ര പേരെ പട്ടി അടിക്കുന്നെന്ന്. തെരുവ് പട്ടികള് എത്ര പേർക്ക് പേമ വിഷബാധ ഏറ്റിട്ടുണ്ടെന്ന് അറിയുമ്പോ? ഓരോ ആശുപത്രിയിലേക്ക് നിറയെ പേഷ്യന്റ് ആണ്. എന്താ പട്ടി അടിച്ചത്? ഇതേ അളിയൻ എങ്ങനെയാ മനസ്സിലായത്? പേപ്പർ വായിച്ചിട്ടും TV കണ്ടിട്ടും അല്ലേ? അതെ. ഇത് രണ്ടും കാണാതിരുന്ന പോരെ? അതെ, ജനസംഖ്യയിൽ 90% പേരും എപ്പോഴെങ്കിലും പട്ടി കടിച്ചിട്ടുള്ളതായിരിക്കും. 90%. 90%? 90% ഒന്നും ഇല്ലെങ്കിലും ഒരു 50%. 50% ഒന്നുമില്ല. 50%വേ ഇല്ല. 10-15% 5%. ഇല്ല, 10%. 10 ബാക്കി 90% ആൾക്കാർക്കും കടിയേറ്റിട്ടില്ലേ? ഇല്ല ഇല്ലേ? അതുകൊണ്ട് അപ്പൊ ഇത്രത്തോളം നിങ്ങൾക്ക് പട്ടികടിയല്ലേ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പട്ടിയെ തിരിച്ചു കടിച്ചു. എന്റെ ജിമ്മിൽ ഓണറിനെ പട്ടി കടിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് തലകുത്തലിക്കണം. പിന്നെ എന്നെ പട്ടി അടിക്കാൻ ഓടിച്ച്. അതാരായാലും പട്ടി കടിച്ചിട്ടുണ്ടോ? അത് എനിക്ക് ആരോഗ്യമുള്ളതുകൊണ്ട് ഞാൻ ഓടി, അല്ലെങ്കിൽ എന്നെ കടിച്ചിട്ടില്ലല്ലോ. അളിയനെ പട്ടി കടിച്ചിട്ടുണ്ടോ? എന്നെ കടിച്ചിട്ടൊന്നുമില്ല. കടിച്ചിട്ടില്ല. പെങ്ങളെയോ? എന്നെ കടിക്കാൻ ഓടിച്ചിട്ടുണ്ടോ? ഓടിച്ചിട്ടുണ്ടോ? നിന്നെയോ? എന്നെ ആരും കടിച്ചിട്ടില്ല. എന്നെ പട്ടിയേ കടിച്ചിട്ടില്ല. അപ്പൊ വെറുതെ അപ്പാപ്പെട്ട പട്ടികളെ കുറിച്ച് എന്തിനാ ഇങ്ങനെ ഇല്ലായ്മ? എന്തായാലും നിന്നെ പോലെ മനുഷ്യരെ കടിക്കുന്ന പട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ പട്ടി വരും. നിന്നെ ഇവിടെ ആരും വിളിച്ചില്ലല്ലോ നമ്മള്. എടി ഇതിനൊക്കെ നിങ്ങൾക്കൊന്ന് വട്ടായ പോണ വഴിക്ക് അവളെ ബാക്കിൽ വാലും കൂടെ വെച്ചു കൊടുക്കാം. കറക്റ്റ് വർഗസ്നേഹം അതാ കാണിക്കണേ. അടുത്ത പറയടി. അടുത്ത പറ. അടുത്തത് സേവ് ഡോഗ്സ്. സേവ് ഡോഗ്സ്. അല്ല, ഈ ഡോഗിന്റെ സ്പെല്ലിങ് DIG എന്നല്ലേ? DIG DOG. DOG. അതൊക്കെ എനിക്കറിയാവടി. സേവ് ഡോഗ്സ്. ഡോഗ്സ് കാണണ്ടേ? എന്താണ് മാമ എഴുതി വെച്ചേ? സേവ് ഡോഗ്സ്. സേവ് ഡോഗ്സ് എന്ന് സീവ് എന്നാണ് എഴുതി വെച്ചേ. മാമ എഴുതാൻ പാടില്ലായിരുന്നെങ്കിൽ അതങ്ങ് പറഞ്ഞാ പോരായിരുന്നു. എന്ന് പറയുന്ന നമ്മളെ എന്ന് പറയുമ്പോ SE വേണം. സേവ് ഡോഗ്സ്. സേവ് ഡോഗ്സ് ആണ് വരേണ്ടേ. വെറുതെ വേസ്റ്റാക്കി കളഞ്ഞില്ലേ? ഇങ്ങനെ എഴുതാം. ഇങ്ങനെ എഴുതണ്ടേ ഇപ്പൊ അങ്ങനെ? എന്നാ നീ വേറെ പറ. ഇത് മാറ്റി എനിക്ക് വേറെ ചാർട്ട് പേപ്പർ ഒട്ടിച്ചു തന്നോ? ഇപ്പുറം എഴുതാം. അല്ല അടുത്ത പറഞ്ഞു. ഇത് കറക്റ്റായിട്ട് എഴുതിയാണ്. വേറെ പറ. അത് നമുക്ക് എഴുതാം. അവിടെ അടുത്ത പറയാം. ഇതങ്ങോട്ട്. Street dogs are also our companions. Show some kindness. അത്രയൊക്കെ കട്ടിക്കുമ്പോൾ എഴുതണോ? വേണ്ടേ?
എങ്ങനെ ഇത് വലുതാണല്ലോ. എന്തോന്ന്? Street dogs are also our companions. We have no rights to kill them. ട്രീറ്റ് ഡോഗ്സ്. അല്ല, show some. അത് നീ എഴുതും. കുഞ്ഞു വല്ലതൊക്കെ ഉണ്ടെങ്കിൽ പറ. മലയാളം എഴുതാവോ? മലയാളം എഴുതാം. തെരുവ് നായ്കളും സഹജീവികളാണ്. അല്പം ദയ കാണിക്കാം. തെരുവ് നായ്ക്കളും സഹജീവി. സഹജീവി എന്ന് പറഞ്ഞാൽ അവർ അകൽച്ച വരും. തെരുവ് നായ്ക്കളും മനുഷ്യരാണ്, അവരെ നമ്മൾ സഹായിക്കുക. അങ്ങനെ ഒരു മനുഷ്യരല്ലല്ലോ. അല്ല, കുറച്ചുകൂടി അടുപ്പം വരുകൂടി. സഹജീവികൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇച്ചിരി അകറ്റി നിർത്തുന്നല്ലോ. തെരുവ് നായ്ക്കളും സഹജീവികളാണ്. സഹജീവി എന്നല്ലാണ്ട് വേറെ എന്തെങ്കിലും എഴുതിയ തെരുവ് അയ്യോ, നമുക്ക് ഇവിടെ ഒരു ബോർഡ് വെക്കണം. അവിടെ പോയി. എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തെരുവ് നായ്ക്കളെ കൊല്ലാൻ മനുഷ്യർക്കെന്താ അവകാശം? വാ വാ വാ. അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ചെടിച്ചട്ടി പോയി വെച്ചോ. ഇവിടെ തന്നെ. ഓ, പിന്നെ വരുന്നത് നിന്റെ ഇരിപ്പുണ്ടല്ലോ. ബാ ഇനിയിപ്പോ റോഡിലോട്ട് വെക്കാം. അച്ഛാ ഇങ്ങോട്ട് വാ അച്ഛാ. കാണിച്ചു വെച്ചേക്കണത് എന്തോന്ന്? തെരുവ് നായ്ക്കളും സഹജീവികളും. ഈ നായ്ക്കൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. തെരുവ് നായ്ക്കളെ കൊല്ലാൻ മനുഷ്യർക്ക് എന്ത് അവകാശമുള്ള? നോക്ക്, നായ്ക്കൾക്ക് ജീവിക്കാൻ അവകാശം, എല്ലാത്തിനും അവകാശം. മണിക്കൂല എന്താ എന്തോന്ന് വൃത്തിയാണ് തോന്നിവാസം കാണിച്ചു വെക്കണേ? തോന്നിവാസോ? എന്റെ അളിയാ, ഞങ്ങള് മൃഗങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന മനുഷ്യ സ്നേഹികളാണ്. ശബ്ദം നിങ്ങൾ ശബ്ദം ഉയർത്തി ഒച്ച എടുക്കും എന്തോ ചെയ്തോ, പക്ഷെ അതൊക്കെ ഈ വീടിന് പുറത്ത്, ഇനി അകത്തല്ല. ഈ പറഞ്ഞത് തിണ്ണമിടുക്ക്, അളിയന്റെ തിണ്ണമിടുക്ക്. അളിയന്റെ വീടാണെന്നുള്ളതിന്റെ ഗർവ്, അഹങ്കാരം ഉണ്ടായിരുന്നു. മണിക്കൂട്ടാ, എന്റെ അഹങ്കാരോ? ഇത്രയും നല്ല വീടിന്റെ മുമ്പിൽ ഇങ്ങനെയുള്ള കോമാളിത്തരങ്ങൾ കാണിച്ചു വെച്ചിട്ട് അത് എന്റെ അഹങ്കാരം അല്ലേ? നീ എന്തിനു പ്രാന്തത്തിനെ വിളിച്ചു പറയുന്നത്? അയ്യോ, അപ്പൊ ഒന്നും പറയല്ലേ, ഇത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. മാമാ, ഈ മൃഗങ്ങളെ പ്രത്യേകിച്ച് നായ്ക്കളെ സ്നേഹിക്കുന്നത് ഒരു കുറ്റമാണെങ്കിൽ ഞങ്ങൾ ഭ്രാന്തന്മാരാ മാമാ. ഭ്രാന്തന്മാർ, മുഴുഭ്രാന്തന്മാർ. നീ കൂടെ ചേർന്നാ? അയ്യ, അങ്ങനല്ല. എവളാണ് ലീഡർ? ഞാൻ വെറും അനുഭാവി. മാമന് വേറെ ജോലിയില്ലേ ഇവളുടെ കൂടിയിട്ട് ഓരോന്ന് കാണിക്കേ? അപ്പോ ഞങ്ങൾക്ക് നായ്ക്കളെ കൊല്ലരുത്, അത്രേ ഉള്ളൂ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോഴേ ഉച്ചയ്ക്ക് എന്തിനു കറി കൂട്ടിയത്? ചിക്കൻ. പറയടി ചിക്കൻ. ചിക്കൻ അതൊരു ജീവനുള്ളതല്ലേ? അല്ല, അത് മാമാ വ്യത്യാസമുണ്ട്. അത് പട്ടിയായിട്ട് വ്യത്യാസമുണ്ട്. കാരണം കൊന്നാ പാപം തിന്നാ തീരും എന്നാണല്ലോ. ഞാൻ ഒരു കാര്യം പറയാം, ഇത് അവസാനമായിട്ട് പറയാണ്. ഇതെല്ലാം ഇവിടെ നിർത്തി ഇപ്പൊ മാറ്റിക്കോണം കേട്ടാ. എന്റെ സ്വഭാവം മാറ്റിക്കല്ലോ, എന്നൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിക്കട്ടെ രണ്ടുപേരും. അവളാണ് ഇതെല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്നത്. മാമൻ പോകുന്നില്ലേ? ഞാനും പോവാൻ പോവാന്നെ. രണ്ടുപേര് പോയല്ലോ, കൂടെ ചെല്ല്. മാമാ, ഇടി മോളെ, ഞാൻ നേരത്തെ എന്നോടൊരു വാചകം പറഞ്ഞല്ലോ, ഒരു മഹത്തായ വാചകം. അതിപ്പോ ഈ മാമനോട് ഞാൻ പറയാൻ പോവാ. മാമാ, അപ്രിയ സത്യങ്ങളോട് സമരസപ്പെട്ട് ജീവിക്കേണ്ടത് റിയാലിറ്റി ഉച്ചക്കടിച്ച് പരിക്കേറ്റവന്റെ അനിവാര്യതയാണ്. നിനക്ക് ഭ്രാന്തിയൻ, ഒരു സംശയമില്ല. മാമാ, നമ്മൾ കഷ്ടപ്പെട്ട് ചെയ്ത പ്ലക്കാർഡ് അത് പോട്ടെ, വേറെ നമുക്ക് എഴുതാം. വേറെ എഴുതാം. ആരോട് ചോദിച്ചിട്ടാടി വീടിന്റെ മുന്നിൽ പ്ലക്കാർഡ് കൊണ്ട് കുത്തിവെച്ചത്? ആരോട് ചോദിക്കണം? വീടിന്റെ ഉടമസ്ഥരോട് ചോദിക്കണം. ആരാണാവോ? ഞാനും എന്റെ ചേട്ടനും. ഓഹോ, സോറി, മറന്നു. ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കാം. എന്റെ വീടിന്റെ മുന്നിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിലേ നീ ഒന്നും ആയിട്ടില്ല കേട്ടല്ല. എത്ര എണ്ണോന്നറിയോ അവിടെ കുത്തിവെച്ചത്? എത്ര എണ്ണോടി? ഒരു 5-6 ഉണ്ടായിരുന്നു അമ്മ. ഓഹോ, ഇനി ചെയ്യൂലല്ലോ. ഉളുപ്പില്ലാതിരിക്കണ നോക്ക്. ഇല്ല,
അത് പൊടിക്കുപ്പയുടെ അത്ര ഉള്ളെങ്കിൽ അഹങ്കാരം തലയ്ക്ക് ചുറ്റും. മോന്തക്കുറ്റിയിട്ട് കുത്തി കൊടുക്കാൻ തോന്നുന്നു. എവിടെ പോണ മാമ അത്യാവശ്യമായിട്ട് പുറത്തു വരുന്നു പോകണം. എന്തിന്? ഒരു സമ്മേളനമുണ്ട്. ഏത് പാർട്ടിയുടെ സമ്മേളനം? പാർട്ടിയുടെ സമ്മേളനമല്ല, ഞങ്ങളുടെ ഒരു സംഘടനയുടെ സമ്മേളനമുണ്ട്. എന്തോ സംഘടന? KSDWA. എന്തോന്ന് സംഘടന? KSDWA, കേരള സ്റ്റേറ്റ് ഡോഗ് വെൽഫെയർ അസോസിയേഷൻ. ഓ, അതിന്റെ സമ്മേളനമുണ്ട്. എനിക്കതിനകത്ത് അത്യാവശ്യമായിട്ട് പങ്കെടുക്കണോ അല്ലേ? നല്ല സംഘടനയാണ്. പിന്നെ കറക്റ്റ് സാധനമാണ്. അതിന്റെ അതായത് ഈ നായ്ക്കളുടെ പട്ടികളുടെ സാംസ്കാരികമായിട്ടും മറ്റ് ഈ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ അതിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ബഹുജന സംഘടനയാണ്. മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യമുണ്ടോ നിനക്ക്? അയ്യോ, എനിക്ക് ഒട്ടുമില്ല മാമ. ഞാൻ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. നിനക്ക് ലൈഫ് മെമ്പർഷിപ്പ്. താങ്ക് യു. കൂടാതെ ഞാനൊരു ഓഫർ തരികയാണ്. എന്താ മാമ? ജില്ലയുടെ പ്രസിഡന്റ് സ്ഥാനം. നന്നായി. ഞാൻ ഇന്ന് പോയിട്ട് അവരുമായിട്ടെല്ലാം സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോ ആ സ്ഥാനവും കൊണ്ടായിരിക്കുന്നു. താങ്ക്സ് മാമ, താങ്ക്സ്. അല്ല, ചോറ് കഴിക്കണില്ലേ? ഇല്ല, ഞാൻ ഇന്ന് കഴിക്കുന്നില്ല. എന്താ? ഇവിടുന്ന് കഴിക്കുന്നില്ല. പിന്നെ എവിടെ കഴിക്കും? ഇന്ന് എന്റെ ആഹാരം പട്ടികളോടൊപ്പം ആയിരിക്കും. 100 കണക്കിന് തെരുവ് നായ്ക്കളോടൊപ്പം ആയിരിക്കും ഇന്ന് എന്റെ ഉച്ചയൂണ്. അതിനുവേണ്ടി ഞാൻ പോവാണ്. മാമ ഉച്ചയിൽ കടി കിട്ടാതെ നോക്കിക്കോ മാമ. പുച്ഛിച്ചു. മാമ യു ആർ ഗ്രേറ്റ്. താങ്ക് യു. എന്തോന്ന് മാമ ഇവൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത്? മാമ പറഞ്ഞ് ഇതിനെ പിന്തിരിപ്പിക്കേണ്ടതിന് വരെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നു. കഷ്ടമുണ്ട് മാമ. എടി, എന്താ ഈ പറയുന്ന? പാവപ്പെട്ട ഈ മൃഗങ്ങൾക്ക് വേണ്ടി നമ്മള് വിവരമുള്ള മനുഷ്യർ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഇത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ എന്റെ ജീവിതം തന്നെ നിസ്വാർത്ഥമാകും, നിസ്തുലമാകും, നിഷ്പ്രഭമാകും. സമ്മതിച്ചേ. അപ്പൊ പോയിട്ട് വരട്ടെ. പോയിട്ട് വരട്ടെ. പോയി വന്നാലും എന്നെ കൂടെ വിളിക്കാറ്. ജില്ലാ പ്രസിഡന്റ് ഞാൻ തന്നെ. പോയി വരട്ടെ. ശരിയോ? ഓൾ ദി ബെസ്റ്റ്. KSDWA, സിന്ദാബാദ്. KSDWA, സിന്ദാബാദ്. KSDWA, സിന്ദാബാദ്. KSDWA, KSDWA. സിന്ദാബാദ്. തുറക്കുന്നുണ്ടെങ്കിൽ ഞാൻ മതം കുത്തിത്തിരികെ വെച്ചു. മോളെ പിങ്കി, നീ വന്നടി. എന്താ മാമ? താണ്ട ഈ പ്ലാക്കാർഡ് എല്ലാം കൂടെ മാമിന്റെ കയ്യിലെടുത്ത എടുത്തു തരണോ? ഓക്കേ. അടുക്കി പറക്ക് എടുക്ക. ഇത് സമ്മേളനത്തിലേ അവർക്ക് കൊടുക്കണ്ട. ഓക്കെ, താങ്ക് യു. ഇതേ കൊണ്ട് എങ്ങോട്ട് പോണ്? സമ്മേളനമുണ്ട്. സമ്മേളനോ? സമ്മേളനം ഞങ്ങളുടെ ഒരു സംഘടനയുടെ KSDWA സമ്മേളനം. അതായത് കേരള സ്റ്റേറ്റ് ഡോഗ് വെൽഫെയർ അസോസിയേഷൻ. അതിന്റെ ഒരു സമ്മേളനമുണ്ട്. പങ്കെടുക്കണം, അനുഗ്രഹിക്കണം. ശരി. എന്നാ പോയിട്ട് വരി. പോട്ടെ മാമ, പോട്ടെ മോളെ. ഓക്കേ മാമ. ഓക്കെ, താങ്ക് യു. KSDWA, സിന്ദാബാദ്. സിന്ദാബാദ്. KSDWA, സിന്ദാബാദ്. സിന്ദാബാദ്. KSDWA, സിന്ദാബാദ്. KSDWA. സിന്ദാബാദ്. പടി കിട്ടി. പിടിക്കാറ് പടി. അച്ഛനും മോനും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്. എന്താന്ന് എനിക്കറിയില്ല. മക്കളെ, മണിക്കുട്ടൻ പട്ടി സമ്മേളനത്തിന് എന്തിനാ പോയില്ലേ? പട്ടി സമ്മേളനം അല്ല, പട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള സംഘടന. അത് തന്നെ. കുറച്ച് പരിപാടി അതിന്റെ വരുള്ളൂ. അമ്മ ഒന്നിങ്ങോട്ട് വാ. വേഗം വാ. ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ് കേട്ടാ? ഇല്ല. നോക്ക്. KSDWA നടത്തിയ തെരുവ് നായ്ക്കുരൂണ് എന്ന പരിപാടിക്കിടെയാണ് ഈ അനിഷ്ട സംഭവം അരങ്ങേറിയത്. തെരുവ് നായ്ക്കളുടെ കടിയേറ്റ് 10ഓളം KSDWA പ്രവർത്തകരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കണമെന്ന അവകാശവാദവുമായി ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആരംഭിച്ച ജാഥയ്ക്ക് ശേഷം തെരുവ് നായ്ക്കൾക്കായി KSDWA പ്രവർത്തകർ തയ്യാറാക്കിക്കൊണ്ടുവന്ന ഭക്ഷണം വിതരണം ചെയ്യുന്നതിനിടെ പെട്ടെന്നായിരുന്നു പ്രകോപിതരായ തെരുവ് നായ്ക്കൾ അക്രമം അഴിച്ചുവിട്ടത്. ധാരാളം KSDWA പ്രവർത്തകർ ഓടി രക്ഷപ്പെട്ടെങ്കിലും നിരവധി പേർക്ക് കടിയേൽക്കുകയുണ്ടായി. നീ ഇവന് വല്ല കടിയോലയും കിട്ടി കാണുമോ? മാമ അങ്ങോട്ട് കടിച്ചാലേ ഉള്ളൂ. മണി, മണിക്കുട്ടൻ ചേട്ടൻ പോയില്ലേ മറ്റേ സമ്മേളനം? അവിടെ വെച്ച് പ്രശ്നമായിരുന്നു. നായകളെല്ലാം കൂടി ഇവരെയൊക്കെ ഇട്ട് ആക്രമിച്ചെന്ന്. അയ്യോ, മണിക്കൂട്ടല്ലേ പറ്റിയാ? മാവൊന്നും പറ്റി കാണില്ല. ഏതായാലും വിളിച്ചു നോക്കണോ? വിളിച്ചു നോക്ക്. ചോദിക്കണ്ടതിന് വിളിച്ചു നോക്കണോ? കാര്യമുണ്ടോ പോയത്? ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഏറ്റെടുത്ത് വിളിച്ചിട്ട്
സ്വിച്ച് ഓഫ്. ആഹാ ഷോഫാ ഐശ്വര്യമായി. ഇനിയിപ്പോ എന്താ എങ്ങനെ അറിയും കാര്യം? ഏ എങ്ങനെ അറിയാൻ? ഓരോ ഏടാകൂടത്തിന് പോകുമ്പോ ആലോചിക്കണമായിരുന്നു. നീ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. മാമാ അയ്യോ. അയ്യോ ഇതെന്തു പറ്റി മാമ? അയ്യോ നോക്ക്, കാലൊക്കെ മുറിഞ്ഞ്. ചേട്ടാ ഇത് എന്തോന്ന് കോല ഇത്? അതെ, കടിയൊന്നും വലുതായിട്ട് കിട്ടിയില്ല. പിന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരാക്രമണമായിരുന്നു പട്ടികളുടെ. അയ്യോ കാലൊക്കെ മാന്തി പൊളിച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നെ അസാമാന്യമായിട്ടുള്ള മെയ്വഴക്കം ഉണ്ടായോണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇതാണോ രക്ഷപ്പെട്ട കോലം? മാമാ, മാമിന്റെ മുണ്ടിനൊന്നും പറ്റില്ലല്ലോ മാ. അത് ആദ്യത്തെ ഓട്ടത്തിൽ തന്നെ എൻ്റെ ഉടുമുണ്ടാൻ കഴിഞ്ഞു പോയായിരുന്നു മോളെ. അതുകൊണ്ട് ആ മുണ്ട് തീരാതെ കിട്ടിയത്. അതെ, കുത്തു വെച്ചല്ലേ പറ്റുള്ളൂ ടി വാക്സിനൊക്കെ. വാക്സിനേഷനും ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് കൂട്ടത്തോടെ എടുത്ത്. ഓ കിട്ടിയാ? ചിലവര് കണ്ടാലറിയും, ഇത് കൊണ്ടാലേ അറിയൂ. മാമാ, അപ്പൊ എന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനോ?